ഇതെന്താ ആലോചിച്ചിരിക്കണേ? ആലില്ല, ഇത് എവിടുന്നാ പോരുന്നു? ഇതിപ്പോ എവിടെ? അന്നെന്താ അവിടെ ഇപ്പൊ ഒന്നും കാണാനില്ലല്ലോ. ഞാൻ ഇവിടൊക്കെ ഉണ്ടേ. ഇതിപ്പോ പുറത്തേക്കൊന്നും ഇറങ്ങല്ലേ, കുറേ എന്നെ കണ്ടിട്ട്. എന്താ, ഞാൻ ഇവിടൊക്കെ ഇരിക്കും. പ്രാവശ്യം എൻ്റെ മൂച്ചിമത്തെ മാങ്ങ കുറവാ. പ്രാവശ്യം മൂച്ചിമത്തെ മാങ്ങ കുറവാണ്. പിന്നെ ഓരോരുത്തരിങ്ങനെ വരുമ്പോൾ നാലെണ്ണ ചോലിങ്ങനെ കൊണ്ടുപോകും. ഇവിടെ ആരും ഇല്ലല്ലോ തിന്നാനേ. എനിക്കാണെങ്കിൽ അച്ചാടാൻ 4 എണ്ണം കൊണ്ടുപോയിക്കോ. എനിക്ക് കിട്ടോ? ഒരു ഫോണുണ്ട്, ഞാനൊന്ന് എടുക്കട്ടെ. ഹലോ. അത് മതി, വേണ്ട. ഒന്നും വേണ്ടടാ, വേണ്ട, മതി. ഇത് മതി, ഇനിയൊന്നും വേണ്ട. ഗുളിക മറക്കണ്ട കേട്ടോ, അത് കൊണ്ടുണ്ടു. എന്നാ ശരി. അതെ, നടുത്ത മകൻ വിളിച്ചിരിക്കായിരുന്നു. എൻ്റെ മറ്റേ കുട്ടികളൊക്കെ വർത്താനം എന്താ? ഓലൊക്കെ ഗൾഫിലല്ലേ, ഓൽക്കൊക്കെ അവിടെ ജോലിയല്ലേ. അതുകൊണ്ട് ഓൽക്കൊക്കെ ഇട്ട് വരാൻ പറ്റൂലല്ലേ ജോലിയൊന്നും ഇട്ടിട്ട്. വലിയോനതാ ഡോക്ടറാണ്, ഓൽക്ക് വലിയ രോഗികളെ ഇട്ടിട്ട് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റൂലല്ലോ. ചെറിയോന് അബുദാബിത്തെ വലിയൊരു കമ്പനിയിലത്തെ മാനേജറാണ്. ഓനക്ക് അതിൻ്റെ തിരക്കും, ഇവനക്ക് ഇവൻ്റെ തിരക്കും. പിന്നല്ലേ എൻ്റെ മകളാണ്, ഓളെ കെട്ടിച്ചോർത്താണ്. അവിടെ വലിയ വയ്യാത്ത ആൾക്കാരില്ലേ, ഓളെ അമ്മിപ്പിയും ഓലെ നോക്കാനാണ് ഓളും. അത് പറഞ്ഞ് ഓളും വരൂല. ഇവിടെ അതാ വയസ്സായ തൻ്റെയും തള്ളുണ്ട്. വലിയവനക്കതാ ഓൻ്റെ അവിടുത്തെ രോഗികളൊക്കെ നോക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ പറ്റൂല. എല്ലാവർക്കും ഓരോരോ തിരക്കുകൾ. ഞങ്ങൾക്ക് പിന്നെ ദീനം കേടുമില്ല എന്നാണ് ഓല് വിചാരം. ഓല് ഫോണിക്ക് വിളിച്ചും ചെയ്യും, വീഡിയോ കോളും ചെയ്യും, പേസ്റ്റൊക്കെ അയക്കും. ഈ തന്തക്കും തള്ളക്കും അതല്ലല്ലേ വേണ്ടത്. എന്നാലും വേണ്ടില്ല, എൻ്റെ കുട്ടികൾക്ക് അവിടെ നല്ല ജീവിതം കിട്ടിയാൽ മതി. അതാണ് 5 വക്കത്തും ഞാൻ പറയണേ. പഠിച്ചവൻ്റെ കുട്ടികളെ കാത്താൽ മതിക്ക്, വേറൊന്നും വേണ്ട. എന്നാലൊക്കെ സമാധാനമുണ്ട്. എനിക്കിപ്പോൾ വിളിച്ചില്ലേ, അതിൻ്റെ നടുവത്തെ കുട്ടിയാണ്. ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് തല്ലും ചീത്തരൊക്കെ ചെയ്തിരിക്കണു. ഇവന് മറ്റോലെ പോലെ അല്ലായിരുന്നു. ഓല് സ്കൂൾ മദ്രസിലൊക്കെ മാർക്ക് വാങ്ങി വരും, ഇവന് അങ്ങനെ അല്ലായിരുന്നു. തീരെ പഠിച്ചിരുന്നില്ല. ഇരുത്തുനിന്ന് കുറേ അടിയും കിട്ടിയിരിക്കണു, ചീത്തയും കേട്ടിരിക്കണു. അതിനിപ്പോൾ ഞാൻ പഠിച്ചവനോട് ഖേദിക്കണു. എന്താന്നോ, ഞങ്ങളെ രണ്ടാളിപ്പോൾ പൊന്നുപോലെ നോക്കാൻ ആ ഒരു കുട്ടിയുള്ളൂ. മറ്റോലൊക്കെ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. ഇപ്പോൾ ഇവനുള്ളൂ ഞങ്ങളെ നോക്കാൻ. ഇപ്പം ഞങ്ങളെ രണ്ടാളെയും ഞങ്ങളെ കുട്ടി പൊന്നുപോലെ നോക്കുന്നുണ്ട്. നിങ്ങളെ കുട്ടികൾ പഠിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ട് തല്ലുകയോ ചീത്ത പറയുകയോ ഒന്നും ചെയ്യണ്ട. ചിലപ്പോൾ അത് നമ്മളെ നല്ലതിനാവും.